സഖാവിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതകാലം മുതൽ വി എസ് അച്യുതാനന്ദൻ നേതാവ് ആലപ്പുഴയുടെയും കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാവാണ്. താങ്കൾ ചെറുപ്പകാലം മുതൽ തന്നെ വി എസിനെ നേരിട്ട് അടുത്തറിയാവുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കൂടി എങ്ങനെയാണ് വി എസിനെ എന്ന ഒരു നേതാവിനെ കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് വി എസിനെ കാണുന്നതും കേൾക്കുന്നതും 1979 KSYF-ന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം കാവാലത്ത് വെച്ച് നടക്കുകയുണ്ടായി. അന്ന് വി എസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായ നേതാവുമാണ്. കാവാലത്തെ NSS ഹൈസ്കൂളിൽ തയ്യാറാക്കിയ പന്തലായിരുന്നു ആ സമ്മേളനം. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വി എസ് ആയിരുന്നു. വി എസ് ഇന്നത്തേതിനേക്കാൾ കുറച്ച് നല്ല തടിയും ഗാംഭീര്യവും ഒക്കെയുള്ള അന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അതിനു മുമ്പ് പത്രങ്ങളിൽ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ നേരിട്ട് കണ്ടിരുന്നില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ശൈലിയാണ് എന്നെ ആദ്യം സ്വാധീനിച്ചത്. അതിനകത്തെ ഉള്ളടക്കത്തേക്കാൾ ആ ശൈലി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ആ ശൈലി ഞാൻ കേൾക്കുമ്പോഴുണ്ട്. 1979 KSYF-ന്റെ കേരള ഇന്നത്തെ DYF-യുടെ ആദ്യ രൂപം. അപ്പം ഞാനന്ന് അവിടെ അരൂരെ ഒരു യൂണിറ്റ് സെക്രട്ടറിയും അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ പ്രതിനിധിയായിട്ട് ആദ്യമായിട്ട് ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു സമ്മേളന പ്രതിനിധിയായിട്ട് ആ സമ്മേളനത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വി എസ് ആണ്. അദ്ദേഹത്തിൻ്റെ 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന ആ പ്രസംഗം, ഞാൻ പറഞ്ഞല്ലോ, ആ പ്രസംഗത്തിൻ്റെ ശൈലിയാണ് എന്നെ ആകർഷിച്ചത്. അതിനുശേഷം പിന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമരമുഖങ്ങളിലും അതുപോലെ പ്രക്ഷോഭ പ്രചരണ പ്രവർത്തനങ്ങളിലുമെല്ലാം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും സമുന്നതനായ നേതാവ് എന്ന നിലയിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ പ്രവർത്തിക്കാനും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. 1994 കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അന്ന് വി എസ് പ്രതിപക്ഷ LDF കൺവീനറാണ്. ഞാൻ DYF-യുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാനിവിടെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് വെടിവെപ്പിൽ 4-5 സഹാക്കൾ മരിച്ചു എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. കാരണം ഞാനതിൻ്റെ തലേ ദിവസം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് അവിടെ എന്നോടൊപ്പം ചായ കുടിക്കാൻ ഒരുമിച്ച് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ബെഞ്ചിലിരുന്ന് ചായ കുടിച്ച് പിരിഞ്ഞു വന്ന ആളായിരുന്നു സഖാവ് രാജീവൻ, DYF-യുടെ അവിടുത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ്, ദേശാഭിമാനിയുടെ അവിടുത്തെ പ്രാദേശിക ലേഖകനുമായിരുന്നു അദ്ദേഹം വെടിയേറ്റ് മരിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹൃദയഭേദകമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഞാനിങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് DC ഓഫീസിലേക്ക് വി എസിൻ്റെ ഫോൺ വരുന്നത്. അന്ന് അദ്ദേഹം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു DC-യുടെ കാറുണ്ടെങ്കിൽ അങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞു. ഞാനും കൂടി കയറി ചെന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൂട്ടി DC ഓഫീസിൽ വന്നു. അതിനുശേഷം അദ്ദേഹം കണ്ണൂരെ പാർട്ടി ഓഫീസിലും പാർട്ടി നേതാക്കന്മാരെല്ലാം ബന്ധപ്പെട്ടു, വിവരങ്ങളൊക്കെ മനസ്സിലാക്കി, പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ചു. അവിടെ പോകാനും പിന്നെ അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാൻഡ് ഫോണിലാണ് എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരെയും ഞാനാണ് അവിടെ ഇരുന്ന് ഓരോ നേതാക്കന്മാരെയും വിളിച്ചു കൊടുക്കുകയും. അപ്പം ഞാനിങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം അദ്ദേഹത്തെ വീക്ഷിക്കുകയാണ്. ഞാനും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. ആ രൂക്ഷമായ പ്രതിസന്ധി ഘട്ടത്തിലും വളരെ സംയമനത്തോടെ ആ പ്രതിസന്ധിയെ മറികടക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും വി എസ് നടത്തിയ ഇടപെടൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വളരെ ജീവനോടെ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം ആ സമരത്തിന് ശേഷമാണ് ഇവിടെ പല തുടർച്ചയായ സമരങ്ങളുണ്ടായി. ഇതിനിടയിൽ പല പ്രക്ഷോഭങ്ങളുണ്ടായി. ആ പ്രക്ഷോഭങ്ങളിലെല്ലാം ഭാഗമായി ഞങ്ങൾക്കൊക്കെ പോലീസ് മർദ്ദനം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തുടർച്ചയായി 2-3 സമരങ്ങളിൽ ലാത്തിചാർജിൽ പരിക്കേറ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സയിൽ കഴിയേണ്ടി വരുമ്പോൾ, 3ാമത്തെ ലാത്തിചാർജിൽ പരിക്കേറ്റ് കഴിയുമ്പോൾ വി എസ് എല്ലാ ഘട്ടങ്ങളിലും വി എസിനെ ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇനി എപ്പോഴും അങ്ങനെ തല്ലുകൊള്ളാൻ പാടില്ല. സമരം എന്ന് പറയുന്നത് എപ്പോഴും തല്ലുകൊള്ളൽ മാത്രമല്ല. അപ്പോൾ ഇനി ചന്ദ്രബാബു ഈ തരത്തിൽ സ്ഥിരമായി മർദ്ദനമേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ ആ നിലയിൽ എല്ലാം പ്രക്ഷോഭ രംഗത്തും പ്രവർത്തന രംഗത്തുമെല്ലാം അദ്ദേഹം ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയിരുന്നു. കയർ തൊഴിലാളി പ്രസ്ഥാനവും ഞാനൊരു ഫാക്ടറി തൊഴിലാളിയായിട്ട് കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം മനസ്സിലാക്കിയത്
ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോഴാണ്. അതുകൂടെ ചോദിച്ചോട്ടെ, താങ്കൾ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമയത്തൊക്കെ വി എസിന് കൂടി അത്രമേറെ താല്പര്യമുള്ള സ്ഥാനാർത്ഥി അല്ല എന്നൊക്കെ ചില എതിരാളികൾ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ താങ്കളുടെ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വി എസ് സജീവമായി തന്നെ പ്രചരണത്തിന് മുൻപന്തിയിലുണ്ടായത്. എങ്ങനെയാണ് ആ ഒരു ഓർമ്മകളെ കൈകാര്യം? അദ്ദേഹമാണ് ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് എന്ന് മാത്രമല്ല, അന്ന് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതിനു ശേഷം സഖാവ് KR ഗൗരിയമ്മ ആദ്യമായി പാർട്ടി വേദിയിലെത്തുന്നത് ആ ഇലക്ഷൻ കൺവെൻഷനിലാണ്. ആലപ്പുഴ മുനിസിപ്പൽ ചത്തുരത്തിൽ നടന്ന കൺവെൻഷനിലാണ്. ഗൗരിയമ്മ അവിടെ എത്തിക്കുന്നതിൽ സഖാവ് VS-ഉം അതുപോലെ സഖാവ് PKCയും സഖാവ് G സുധാകരനും പങ്കുവഹിച്ചിട്ടുണ്ട്. തലേ ദിവസം അവരെല്ലാം ഗൗരിയമ്മയെ പോയി സംസാരിക്കുന്നത് കൺവെൻഷനിൽ. ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ അരൂർ ഏരിയയിലെ പ്രവർത്തകനാണ്. ഗൗരിയമ്മയായിട്ട് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. വളരെ സൗഹൃദം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ ഗൗരിയമ്മയുമായി ആശയപരമായ തർക്കമാണ്, സംഘടനാപരമായ തർക്കമാണ്. അപ്പോൾ അതിൽ എന്നെ വളരെ രൂക്ഷമായി പൊതുവേദിയിലൊക്കെ ഗൗരിയമ്മ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടത്. എൻ്റെ ആ കൺവെൻഷനിൽ വന്നു, എന്നോട് വളരെ സൗഹൃദത്തോടെ സംസാരിച്ചു. VS-ഉം ചില നിർദ്ദേശങ്ങളൊക്കെ, കാരണം പാർലമെന്ററി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞാൻ ആദ്യമാണ്. അപ്രതീക്ഷിതമായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം തന്നെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നിയോഗമാണ് എനിക്കന്ന് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അനുവർത്തിക്കേണ്ട ചില ശൈലികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഒരു ദിവസം ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലത്തിലും അദ്ദേഹം പര്യടനത്തിന് എത്തിയിരുന്നു. പര്യടനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ചന്ദ്രബാബു ആയിരിക്കുമെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട്, ഞാൻ തോറ്റുപോയി, പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി ഞാനായിരുന്നു. LDFന്റെ സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് എനിക്കായിരുന്നു. അപ്പോൾ VS-ന്റെ ആ ഒരു വിലയിരുത്തൽ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഘട്ടത്തിലാണ് മാധ്യമങ്ങളിൽ ഞാനൊരു എംപ്ലോയി ആയിരുന്നു, ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഫുൾ ടൈമർ ആയപ്പോൾ പിന്നെ അത് മാറിയത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞാനിപ്പോൾ അവിടുത്തെ ആ സ്ഥലത്തെ യൂണിയന്റെ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഫുൾ ടൈമർ ആവാൻ പാർട്ടി തീരുമാനിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി എല്ലാം വന്നു. ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന KK സാറ്, ഞങ്ങളെല്ലാം നേതൃസ്ഥാനത്ത് പോയിച്ച് അദ്ദേഹം എന്നെ ഒരു ഫാക്ടറിയിൽ നിന്ന് വിളിച്ചിറക്കുകയാണ് ചെയ്തത്. ഈ മട്ടിലാണ് ഇവിടുത്തെ മതിയാകില്ല VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ, എത്ര പറഞ്ഞാലും തീരില്ല VS-നെ കുറിച്ചുള്ള വിശേഷങ്ങൾ. CPM-ന്റെ ആലപ്പുഴ നേതാക്കൾക്ക് പ്രത്യേകിച്ച്, കാരണം അവർ കണ്ടു വളർന്നത് VS-നെയാണ്. VS-ന്റെ കൈപിടിച്ച് മുന്നിലേക്ക് വന്നവർ തന്നെയാണ്. ഇന്ന് CPM-ന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള ഏതാണ്ട് എല്ലാ നേതാക്കളും പ്രധാനികളും ഒക്കെ ആ രീതിയിൽ തന്നെയാണ്.